സംസ്ഥാനത്ത് ഇന്ന് 4 ജില്ലകളിൽ കൂടുതൽ ചൂട് അനുഭവപ്പെടും. കൊല്ലം, കോട്ടയം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലാണ് ചൂട് കൂടുന്നത്. 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടുമെന്നാണ് മുന്നറിയിപ്പ്. സൂര്യാഘാത മുന്നറിയിപ്പ് നാളെയും തുടരും. PR കാർത്തിക് ചേരുന്നു. കാർത്തിക്, തുടർച്ചയായ ദിവസങ്ങളിൽ ചൂട് വർദ്ധിച്ചു വരികയാണ്. പുതിയ മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടുണ്ടോ? എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന സൂചനകൾ? അനുദിനം വേനൽ കടുക്കുകയാണ്. ഈ സാഹചര്യം ഏപ്രിൽ ആദ്യ വാരം വരെ തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന അറിയിപ്പ്. അതുകൊണ്ട് തന്നെ 28 വരെയായിരുന്നു നേരത്തെ നൽകിയിരുന്ന ജാഗ്രതാ നിർദ്ദേശം. ഈ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ 28 വരെ കർശനമായി പാലിക്കണം എന്നായിരുന്നു നേരത്തെയുള്ള അറിയിപ്പ്. ഇത് 31 വരെ നീട്ടാനുള്ള സാധ്യതയുണ്ട്. ഇത് സംബന്ധിച്ച അറിയിപ്പ് ഉച്ചയ്ക്ക് ശേഷം ഔദ്യോഗികമായി ഉണ്ടാവുകയും ചെയ്യും. ഇന്ന് സംസ്ഥാനത്ത് 4 ജില്ലകളിൽ ശരാശരിയേക്കാൾ കൂടുതൽ ചൂട് ഉണ്ടാകും എന്നാണ് മുന്നറിയിപ്പ്. കൊല്ലം, കോട്ടയം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലാണ് ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ്. ഇന്നലെ മാത്രം സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ 102 പേരാണ് ചികിത്സ തേടിയത്. ഇതിൽ സൂര്യാതപത്തിൽ പൊള്ളലേറ്റവരും അതോടൊപ്പം തന്നെ സൂര്യാഘാതം ഏറ്റ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടവരും ഉണ്ട്. ഇത്തരത്തിൽ സർക്കാർ ആശുപത്രികളിൽ മാത്രം ചികിത്സ തേടുന്നവരുടെ കണക്കാണ് ഇത്. ചിക്കൻ ബോക്സ് ബാധിച്ചവരുടെ എണ്ണവും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നലെ വർദ്ധിച്ചു. ഇന്നലെ 139 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഏതായാലും ഇത്തരം സാഹചര്യങ്ങൾ തുടരുന്നതിനാൽ ദുരന്ത നിവാരണ അതോറിറ്റി നേരത്തെ നൽകിയ നിർദ്ദേശങ്ങൾ, മുന്നറിയിപ്പുകൾ അത് കർശനമായി പാലിക്കണം എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ ഉന്നതതല യോഗം ചേർന്നിരുന്നു. നേരത്തെ പകൽ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന ജോലികൾ ഒഴിവാക്കണം എന്ന് ഒരു നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ പല സ്ഥലങ്ങളിലും ഇത് കർശനമായി പാലിക്കപ്പെടുന്നില്ല എന്ന് ബോധ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ കൂടുതൽ ശക്തമാക്കി. അതോടൊപ്പം തന്നെ ശുദ്ധജലം വിതരണം ഇത് സംബന്ധിച്ച തീരുമാനങ്ങളും ഇന്നലെ കൈക്കൊണ്ടിരുന്നു. ഇതനുസരിച്ചുള്ള നടപടികളും ഇന്ന് ജില്ലാ കളക്ടറേറ്റുകൾ കേന്ദ്രീകരിച്ച് ആരംഭിച്ചിട്ടുണ്ട്. അതായത് ജില്ലയിൽ കുടിവെള്ളം ലഭിക്കാത്ത സ്ഥലത്ത്, ശുദ്ധജല ക്ഷാമം, വരൾച്ച നേരിടുന്ന സ്ഥലങ്ങളിൽ വരൾച്ച മുൻകരുതലിന്റെ ഭാഗമായി കിയോസ്കുകൾ സ്ഥാപിക്കാനും അതോടൊപ്പം തന്നെ ഈ പ്രദേശങ്ങളിൽ വാട്ടർ അതോറിറ്റിയുടെ കൂടി സംയുക്ത ഇടപെടലോടുകൂടി ശുദ്ധജലം എത്തിക്കാൻ ആവശ്യമായ നടപടികളും ഇപ്പോൾ സ്വീകരിച്ചു വരുന്നു. എല്ലാ ദിവസവും ചീഫ് സെക്രട്ടറി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ജില്ലാ കളക്ടർമാരുമായി ബന്ധപ്പെട്ട് സാഹചര്യങ്ങൾ വിലയിരുത്തും. ജില്ലാ കളക്ടർ തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേധാവികളുമായി ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങളിൽ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് വിലയിരുത്തൽ നടത്തുകയും ചെയ്യും. ഏതായാലും ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് 31 വരെ നിലവിലെ സാഹചര്യം തുടരും. ഈ ആഴ്ച അവസാനത്തോടെയെങ്കിലും വേനൽ മഴ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ നിലവിൽ അത്തരം സാഹചര്യങ്ങൾ ഒന്നുമില്ല. വേനൽ മഴ താമസിക്കാൻ തന്നെയാണ് സാധ്യത. എങ്കിൽ ഈ സാഹചര്യം ശരാശരി 2 മുതൽ 3 ഡിഗ്രി വരെ ചൂട് അനുദിനം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം തുടരുക തന്നെ ചെയ്യും. ഇന്നലെ പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത്. അവിടെ 41 ഡിഗ്രി ചൂട് രേഖപ്പെടുത്തി. ഇന്നും ശരാശരിയിൽ നിന്ന് ഇന്നലത്തേതിന് സമാനമായി പാലക്കാട് ചൂട് അനുഭവപ്പെടും എന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. പാലക്കാട് അടക്കമുള്ള ജില്ലകളിൽ പകൽ സമയത്തെ ജോലിക്ക് കർശന നിയന്ത്രണം ഉണ്ട്. തൊഴിൽ വകുപ്പ് ഇക്കാര്യത്തിൽ പരിശോധന കർശനമാക്കുകയും ചെയ്തു. ഏതായാലും ഏപ്രിൽ ആദ്യ വാരം വരെ ഈ സാഹചര്യം തുടരുമെന്നും ഏപ്രിൽ ആദ്യ വാരം അവസാനം ഏപ്രിൽ 7 വേനൽ മഴ എത്തുമെന്നുമാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഇക്കാര്യത്തിൽ